നമസ്കാരം. പതിറ്റാണ്ടുകളായി പല സാമ്രാജ്യങ്ങൾ കടന്നുപോയ ഭൂമിയാണ് പേർഷ്യൻ മൺ. അധിനിവേശങ്ങൾ പലതും വന്നുപോയി, ഉപരോധങ്ങൾ കണ്ടു, യുദ്ധവിമാനങ്ങൾ ആകാശത്തുകൂടി ചീറിപ്പായുന്നത് കണ്ടു. പക്ഷേ ചരിത്രത്തിന്റെ ആ പൊടിപടലങ്ങൾക്കിടയിലും ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ആത്മവീര്യം ഇന്നും തകരാതെ നിൽക്കും. അമേരിക്കൻ സൈനിക ശക്തി പേർഷ്യൻ ഗൾഫിൽ സാന്നിധ്യം ശക്തമാക്കുമ്പോൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആരും വരേണ്ട എന്ന മുന്നറിയിപ്പാണ് ടെഹ്റാനിൽ നിന്ന് ഉയരുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ തിരിച്ചടികൾ സൈനികമായി രാജ്യം ഇപ്പോഴും പ്രഹരശേഷി നിലനിർത്തുന്നുവെന്ന ഭീഷണിയാണ് പുറത്തേക്ക് വിടുന്നത്. അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ മേഖലയിലെ സംഘർഷത്തെ വീണ്ടും രൂക്ഷമാക്കിയിട്ടുണ്ട്. പേർഷ്യൻ കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന് മുകളിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതോടെയാണ് വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഈ സംഭവത്തെ തുടർന്ന് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തങ്ങളുടെ സൈനിക കരുത്തിനെ പരീക്ഷിക്കാൻ മുതിരുന്നവർക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തങ്ങളുടെ സൈനിക ശേഷിയെ കുറച്ചു കാണരുതെന്നും അമേരിക്ക സ്വന്തം സുരക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് എത്രയും വേഗം പിന്മാറണമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിക്രമിച്ചു കയറിയ പുറത്തുനിന്നുള്ളവർക്ക് നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധകളത്തിലെ പരാജയങ്ങൾക്ക് ശേഷം അമേരിക്ക ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കുകയാണെന്നും ഏത് ഭീഷണിക്കും തങ്ങളുടെ സായുധ സേന മറുപടി നൽകുമെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. അതേസമയം ഹെലികോപ്റ്റർ തകർന്നു വീണതിനു പിന്നാലെ ഇറാനെതിരെ അമേരിക്കൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ US എയർഫോഴ്സ്, നേവി ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് കൃത്യതയോടെയുള്ള ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് ആണ് അറിയിച്ചത്. അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മരക്ഷാർത്ഥം നടത്തുന്ന ആക്രമണങ്ങൾ ഇറാന്റെ അനാവശ്യമായ പ്രകോപനത്തിനുള്ള ആനുപാതികമായ മറുപടിയാണെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും പരിക്കേൽക്കാതെ സുരക്ഷിതരാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും തത്തുല്യമായ മറുപടി നൽകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വൈറ്റ് ഹൌസിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം നടക്കുന്നത്. ഇതിനിടെ ഇറാൻ ഗൾഫിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് മുകളിലുള്ള ഈ സൈനിക നീക്കങ്ങൾ മേഖലയിലെ മൊത്തത്തിലുള്ള സുരക്ഷയെ അപകടത്തിലാക്കും. ഇറാന്റെ സൈനിക നടപടി അനാവശ്യമാണെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോൾ സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാന്റെ ശക്തമായ നിലപാട്. ഇറാന്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ വെറും ആയുധ ശേഖരമല്ല, 4 പതിറ്റാണ്ടിലേറെ നീണ്ട ഉപരോധങ്ങളെയും സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച രാഷ്ട്രീയ സംവിധാനവും വിപ്ലവ ഗാർഡുകളുടെ ശക്തമായ സൈനിക ശൃംഖലയും ദേശീയ അഭിമാനത്തെ പ്രതിരോധത്തിന്റെ ഭാഷയാക്കിയ ജനമനസ്സുമാണ് അതിന്റെ അടിത്തറ. അതേസമയം വെടിവെച്ചുകൾക്കിടയിലും സമാധാന കരാറിനുള്ള സാധ്യതകൾ അമേരിക്കൻ നേതൃത്വത്തിൽ നിന്ന് ആവർത്തിച്ചുയരുന്നത് വാഷിംഗ്ടൺ പൂർണ്ണ യുദ്ധത്തിന്റെ അപകടം തിരിച്ചറിയുന്നുവെന്ന വിലയിരുത്തലുകളും ഇടയാക്കുന്നു. ഇത് 2 രാജ്യങ്ങളുടെ പോരാട്ടം മാത്രമല്ല, ശക്തിയുടെ അളവ് ആയുധങ്ങളിൽ മാത്രമല്ല, തളരാതെ നിലകൊള്ളാനുള്ള മനോബലത്തിലുമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന പുതിയ അധ്യായമാണ് പേർഷ്യൻ ഗൾഫിൽ ഇറാൻ എഴുതുന്നത്.